ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് പാത്രം അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉള്ളിത്തൊലിയാണ് എടുത്തിരിക്കുന്നത്. ഏതാണേലും കുഴപ്പമില്ല, വെളുത്തുള്ളിത്തൊലിയോ സവാളത്തൊലിയോ കൊച്ചു ഉള്ളിയുടെ തൊലിയോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചൊക്കെ നല്ല അടിപൊളി ഒരു സൊല്യൂഷൻ റെഡിയാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ തൊലി ഒരുപാടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം ഇതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നല്ല ഒരു സൊല്യൂഷനാണ്. ഇതെല്ലാം ഇതിൻ്റെ ആ ഒരു എസൻസ് എല്ലാം വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി കിട്ടട്ടെ. നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം ഇതിൻ്റെ ആ എസൻസ് എല്ലാം വെളുത്തുള്ളിയുടെ ആണെങ്കിലും അതേപോലെ തന്നെ സവാളയുടെ ആണെങ്കിലും എല്ലാം അതിനകത്തോട്ടൊന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാവേ. അപ്പോൾ വേണ്ടേ, ഇപ്പം നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ എലിയും പല്ലിയും പാറ്റയൊക്കെ ശല്യമുള്ള സ്ഥലത്തൊക്കെ നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഉണ്ടോ അതിനകത്തോട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കളറാണ് അതിനകത്ത് ഉണ്ടോ. അപ്പോൾ ഇതുപോലെ രാത്രി ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുത്തിരിക്കുകയാണെങ്കിൽ നല്ല തണുത്ത് കളറെല്ലാം നല്ല രീതിയിൽ ഇറങ്ങി കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് അരിച്ചൊഴിക്കാവേ. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കളയരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് നല്ലൊരു വളമാണ്. അത് നമ്മൾ അരിച്ചതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് കറിവേപ്പില തൈയോ ചെടികൾക്കോ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വളമാണ് കേട്ടോ. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കുക. കാരണം ഈ ഒരു ഉള്ളിത്തൊലിയൊക്കെ അരിക്കുമ്പം ഒരു പ്രത്യേക ഒരു സ്മെല്ലാണല്ലോ അരിപ്പിക്ക്. അപ്പോൾ അതെല്ലാം അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടുള്ള സാധനം എന്ന് വെച്ചാൽ വിനാഗിരിയാണ്. വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ ബേക്കിംഗ് പൗഡർ. പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്ത് വേറൊന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് കുപ്പിയിലോട്ടാക്കി സ്പ്രേ ചെയ്യാനൊക്കെ കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കണ്ടോ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വിനാഗിരിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എലിപ്പൊത്തുള്ള സ്ഥലത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്മെല്ല് കുറേ ദിവസം നിൽക്കും കേട്ടോ, ഉള്ളിയുടെ തൊലിയുടെയൊക്കെ. അപ്പോൾ ഈ ഒരു സ്മെല്ലായിട്ട് അവിടെ ഒന്നും തന്നെ വരില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ ഇച്ചിരി വ്യത്യാസം വരും കേട്ടോ. പിന്നെ ഇതിന് മെയിനായിട്ടുള്ളത് നമുക്ക് ഗ്രാമ്പിൻ്റെ പൊടിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പിൻ്റെ പൊടി ഉണ്ടോ, ഞാൻ പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ഞാൻ പറയില്ലേ, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ അതും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ 3 സാധനങ്ങൾ അതിനകത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരിയും അതേപോലെ ഗ്രാമ്പൂവിൻ്റെ പൊടി, ബേക്കിംഗ് പൗഡർ. ഇത് 3 മാത്രം മതി. നമ്മുടെ വീട്ടിൽ എന്തായാലും ഇതൊക്കെ കാണുമല്ലോ. നമ്മൾ വെറുതെ പുറത്തുനിന്ന് കെമിക്കലും കാര്യങ്ങളൊക്കെ മേടിച്ച് സ്പ്രേ ചെയ്തിട്ട് അലർജി പ്രശ്നങ്ങളൊക്കെ വരുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ നിസ്സാരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്ക് പേടിക്കാതെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇതേപോലെ ഒരു കുപ്പിയുടെ ചെവിട് ഭാഗം മുറിച്ച് എടുത്തിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയോ അതല്ല കൊച്ചു കുപ്പിയിലൊക്കെ ആക്കാനൊക്കെ വളരെ ഈസിയാണ്. ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും തന്നെ വെളിയിലൊന്നും പോകത്തില്ല കേട്ടോ. ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ കുപ്പിയുടെ അടപ്പിലൊരു ഹോളിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചിട്ട് എല്ലായിടത്തും നല്ലോണം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അടുക്കള വശത്ത് അതേപോലെ തന്നെ ബാക്ക് ഭാഗത്തൊക്കെ എലി വരുന്ന സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ കിച്ചൺ സിങ്ക്, അപ്പോൾ അവിടെ ഒഴിച്ചു കൊടുത്താൽ അതിനകത്ത് നിന്ന് വരുന്ന ചെറിയ പാറ്റ കുഞ്ഞുങ്ങൾ അതുപോലെ ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കിട്ടും. അതുപോലെ വാഷ് ബേസിനിലാണെങ്കിലും അതേപോലെ തന്നെ ഒരു സ്മെല്ല് ഒഴിവാക്കി കിട്ടും. അപ്പോൾ അതിനകത്ത് നിന്ന് വരുന്ന ചെറിയ പ്രാണികൾ അതൊക്കെ ഇല്ലാതാകും, ബാഡ് സ്മെല്ല് ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഇതുപോലെ വാഷ് ബേസിൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ എലി വരുന്ന ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കിച്ചൻ്റെ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക. പുറത്തെല്ലാം മുറ്റത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ജന്തുക്കളുടെ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ മണ്ണെണ്ണയൊക്കെ ഒഴിക്കാറുണ്ടല്ലോ, ഇപ്പം മണ്ണെണ്ണ കിട്ടാനേ ഇല്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെറുതെ ഉള്ളിത്തൊലിയൊക്കെ കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വളരെ നിസ്സാരമായിട്ട് ഉണ്ടാക്കി ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ എലിപ്പൊത്തുള്ള സ്ഥലത്തൊക്കെ ഒഴിച്ചു കൊടുക്കാണ്ടോ. അപ്പോൾ ചെടികളിലൊന്നും വീണാലും കുഴപ്പമൊന്നുമില്ല, ആ ഭാഗത്തെല്ലാം ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് വെറുതെ കളയേണ്ട ആവശ്യമില്ല. ചെടികൾക്കാണെങ്കിലും കറിവേപ്പിലൊക്കെ ആണെങ്കിലും നല്ലൊരു വളമാണ്. ഇപ്പം ഞാൻ അതുകൊണ്ട് ആ വേസ്റ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണേ. ചെടിയൊക്കെ നല്ല രീതിയിൽ കിളിക്കും കേട്ടോ. ഇങ്ങനത്തെയൊക്കെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുക, നല്ല വളമാണ്. കറിവേപ്പില, മലാഞ്ചിത്തൈ അങ്ങനെയൊക്കെയുള്ളതിനകത്തൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഹാൻഡ് വാഷ്, ഡിഷ് വാഷിൻ്റെയൊക്കെ കവറുകളുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം നിറച്ച് കൊടുക്കുക. ഒട്ടും തന്നെ ലീക്കാവില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ കൈകളിലൊക്കെ ഉണ്ടാകുന്ന വേദന, മുട്ടുവേദന നമുക്ക് തന്നെ സ്വയമേ ചെറുതായതുകൊണ്ട് തന്നെ നമുക്കിത് വെച്ച് പിടിക്കാനായിട്ട് പറ്റും. കൈകളിലെ വേദന, വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ കയ്യിലും കൊടുത്താലും അവർ വയറുവേദനയ്ക്കൊക്കെ അത് വെച്ച് പിടിച്ചോളൂ. നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഹാൻഡ് വാഷിൻ്റെയും ഡിഷ് വാഷിൻ്റെയൊക്കെ കവറുണ്ടെങ്കിൽ നമുക്കിതേപോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ കവറായതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ വെച്ച് പിടിക്കാവുന്നതാണ്. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ അരിപ്പൊടിയൊക്കെ മേടിച്ചിട്ട് കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് ബാക്കി വെക്കുമ്പോഴത്തേനും അത് കനച്ച് പോകാറുണ്ടല്ലോ, അല്ലെങ്കിൽ അതിനകത്ത് ചെറിയ പ്രാണികൾ വരാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി അതിനകത്തോട്ടൊന്ന് തൂക്കി കൊടുക്കാം. അപ്പോൾ സ്വല്പം ഉപ്പ് പൊടി ഞാൻ അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വെക്കുന്നുണ്ടേ. അപ്പം ഒട്ടും തന്നെ ചീത്തയാവുകയോ അതിനകത്ത് ചെറിയ പ്രാണികളോ വണ്ടുകളോ ഒന്നും തന്നെ കയറില്ല. അപ്പോൾ ഇതുപോലെ ഏത് പൊടിയാണേലും നമുക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഏതിന് വേണമെങ്കിലും നമുക്ക് കുറച്ച് ഇതുപോലെ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക, നല്ലതാണ് കേട്ടോ. ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളി, അതും ഇതുപോലെ നമ്മൾ ഒരുപാടൊക്കെ മേടിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സ്ഥലമില്ലെങ്കിൽ പുറത്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഞെട്ട് ഭാഗത്തായിട്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇന്ന് ഞാൻ കാണിച്ച ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ആടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.